രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ നല്ല തകൃതിയായിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴയൊക്കെ ആസ്വദിച്ചിട്ടിരുന്നിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പൂരിയും മുട്ടക്കറിയായിരുന്നു. പിന്നെ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. വേറൊന്നുമല്ല, എൻ്റെ ഷിനാജിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ ആളിതേ മഴയൊക്കെ കൊണ്ട് മട്ടൻ വാങ്ങാൻ പോയിട്ട് വരുവാണ്. ബർത്ത്ഡേ ദിവസം ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മട്ടൻ മന്തിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഷിനാജിൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ഞാൻ വലിയ സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ ഒന്നും നടന്നില്ല ഗൈസ്. അതിൻ്റെ വലിയൊരു വിഷമം തന്നെ എനിക്കുണ്ടായിരുന്നു. എന്തായാലും പോട്ടെ, അടുത്ത ബർത്ത്ഡേ ഒക്കെ നമുക്ക് സെറ്റ് ആക്കാം. അപ്പോൾ ഈ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് ഡ്രസ്സാണ് വാങ്ങിക്കൊടുത്തത്. അപ്പോൾ അതേ ഇറച്ചിയൊക്കെ ഉമ്മ ഇരുന്ന് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മന്തി വെക്കാൻ പോണ കുക്കാരാന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട നാത്തൂനാണ്. ചെറിയത് വരുന്നതിന് മുമ്പോട്ടേ ഷിനാജ് പറയുന്നുണ്ടായിരുന്നു, ചെറിയത് വന്നു കഴിഞ്ഞാൽ മട്ടൻ വാങ്ങിച്ചിട്ട് നമുക്ക് മന്തി ഉണ്ടാക്കി നോക്കണമെന്ന്. ഇനിയിപ്പോൾ ചെറിയതാരാൻ ചോദിക്കും, അതെൻ്റെ നാത്തൂനെ വിളിക്കുന്ന നിക്നെയിമാണ്. നമ്മുടെ മുമ്പത്തെ വീട്ടിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്ന അതിഥിയാണ് കേട്ടോ ഈ ഒരു മയിൽ. കുറേ നാളായിട്ട് ഇതിനെ കാണുന്നില്ലായിരുന്നു, ഇപ്പോൾ അത് വീണ്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മന്തിയൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ പിന്നെ മട്ടൻ പൊതുവേ കഴിക്കാത്തതുകൊണ്ട് ടേസ്റ്റ് എന്താന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. മന്തി കഴിച്ചവരൊക്കെ അടിപൊളിയാന്നാണ് കേട്ടോ പറഞ്ഞത്. ഫസ്റ്റ് ട്രൈ ആണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് സംഭവം നമുക്ക് കിട്ടി. തിരക്ക് പിടിച്ച ദിവസമാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്ത് തീർത്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ചധികം കൊറിയർ ഉണ്ടായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ. അപ്പോൾ നേരെ ഞാൻ മേമാട് അങ്ങോട്ട് പോയി അസുവാനെയും കൂട്ടിയിട്ടാണ് പോയത്. ഈ ഒരു ടോപ്പ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഈ കളർ നല്ല ഭംഗി. എനിക്ക് കൂടുതൽ ഇങ്ങനത്തെ ടോപ്സ് ഇടാനാണ് കേട്ടോ ഇഷ്ടം, ജീൻസിൻ്റെ കൂടെ. അത് നല്ല ലൂസ് ആയിട്ടുള്ള ജീൻസിൻ്റെ കൂടെ ഇട്ടാൽ അടിപൊളിയായിരിക്കും. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും കൂടെയാണ് കേട്ടോ. ജസ്റ്റ് എത്രയും 300 രൂപേൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ മേമാട് അവിടെ നിന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് ചീരത്തോരനും ചോറൊക്കെ എടുത്തിട്ടാണ് വന്നത് മന്തി കഴിക്കാൻ. അപ്പോൾ നമ്മുടെ പുതിയ വീടിൻ്റെ പണി നടക്കുന്നതിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ആണ്. മഴ പെയ്താലും ബാക്ക് സൈഡ് കാണാൻ നല്ല കിടിലനാണ് കേട്ടോ. ഞാൻ എപ്പോഴും വന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ ഓട്ടോയിൽ എവിടെയാണ് പോണേന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിങ്ങിൽ എൻ്റെ വീട് വരെ പോവുകയാണ് കേട്ടോ. അതായത് ആലപ്പുഴയ്ക്ക്. തലേ ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത് പിറ്റേ ദിവസം ദേ പോവുകയാണ്. വൈകുന്നേരം 4 മണിക്കായിരുന്നു നമ്മുടെ ബസ്. അങ്ങനെ മണ്ണാർക്കാട് വന്ന് ബസ് കയറി. നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. നാത്തൂനും പിള്ളേരും മേമായും ഷിനാജും ഉമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് ബസ്സാണ്, തിരുവനന്തപുരം പോണ ബസ്സാണ്. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റും. വൈകുന്നേരം 4 മണിക്ക് ഇറങ്ങിയാൽ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും രാത്രി 11 മണിയായിരുന്നു. ബസ് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോയി. എല്ലാവരും നല്ല വിശന്നിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫുഡ് അടിച്ച് കയറ്റി. കക്കാർച്ച് റോസ്റ്റ്, മോരുകറിയും മീൻ മുളകിട്ടതും അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെക്കണമെന്ന്. എൻ്റെ ഉമ്മ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് എല്ലാവർക്കും മെയിനായിട്ട് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കക്കാർച്ചി. അത് ഇവിടെ വരുമ്പോൾ മാത്രമേ കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ അത് മെയിനായിട്ടുണ്ടായിരുന്നു. എന്തായാലും തുടങ്ങിയത് പാലക്കാട് ജില്ലയിൽ നിന്ന്, അവസാനിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്ന്. എന്തായാലും ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും കണ്ടു നോക്കണേ.